കോഴിക്കോട് താമരശ്ശേരിയിൽ എക്സൈസ് പിടികൂടിയ യുവാവ് MDMA വിഴുങ്ങിയതായി സംശയം. താമരശ്ശേരി അരയത്തും ചാലിൽ സ്വദേശി ഫായിസിനെ ആശുപത്രിയിലേക്ക് മാറ്റി. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. മിഥില, കഴിഞ്ഞ ദിവസവും ഇതുപോലൊരു സംഭവം, സമാനമായ സംഭവം ഉണ്ടായതാണ്. ഈ താമരശ്ശേരിയിലെ സംഭവം എന്താണ് മിഥില? വിജിത്ത്, അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് ഈ ഇപ്പോൾ പ്രതി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് MDMA വിഴുങ്ങി എന്നൊരു സംശയം പോലീസിനുണ്ട്. വീട്ടിൽ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കി, അക്രമാസക്തനായി വീട്ടിലുള്ളവരെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കി. ആ സമയത്ത് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ച് പോലീസ് വരുന്ന അറിഞ്ഞ് ഇറങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി. ഇതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന MDMA വിഴുങ്ങി എന്ന് നാട്ടുകാർ സംശയം പറയുന്നുണ്ട്. അത് പ്രകാരമാണ് താമരശ്ശേരി അരയത്തും ചാലിൽ സ്വദേശി ഫായിസിനെ അല്പസമയം മുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്ന താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ പ്രാഥമിക വൈദ്യപരിശോധന നടത്തി കൂടുതൽ സ്ഥിരീകരണത്തിനും പരിശോധനയ്ക്കുമായി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. MDMA വിഴുങ്ങി എന്ന ഒരു സംശയം തന്നെയാണ് ഇപ്പോൾ പോലീസിനുള്ളത്. കാരണം ഇത്തരത്തിൽ ഇയാൾ വിഴുങ്ങിയതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപ്രകാരമാണ് താമരശ്ശേരി പോലീസ് ഇയാളെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക പരിശോധനയ്ക്കായി എത്തിച്ചത്. പിന്നീട് ഇവിടെ നിന്നും കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. യുവാവ് ഇപ്പോഴും അക്രമാസക്തൻ തന്നെയാണ്. ലഹരി ഉപയോഗിച്ച ഒരു പ്രതീതി തന്നെയാണ് യുവാവിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനയെല്ലാം നടക്കേണ്ടിയിരിക്കുന്നു. റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിനെ കണ്ട് MDMA വിഴുങ്ങി യുവാവ് മരിച്ച ഒരു സംഭവം താമരശ്ശേരിയിൽ തന്നെയാണ്. ഈ പ്രദേശത്ത് ഇത്തരത്തിൽ MDMA ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ കേസുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ലഹരിക്ക് അടിമപ്പെട്ട് മാതാവിനെ കൊന്ന സംഭവം, ഈ അടുത്ത് ഭാര്യയെ കൊന്ന സംഭവം, ഇതെല്ലാം തന്നെ ഉണ്ടായതും താമരശ്ശേരിയിൽ തന്നെയാണ്. താമരശ്ശേരി ഭാഗത്ത് വലിയ രീതിയിൽ ഇത്തരത്തിൽ MDMA അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ച് വടകര റൂറൽ SP നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം എല്ലാ ദിവസവും പരിശോധന നടത്തുന്നുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ കോഴിക്കോട് നഗരത്തിൽ വെച്ച് 58 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ടായിരുന്നു. ആ MDMA പിടികൂടിയ സംഘത്തിൽപ്പെട്ട MDMA പിടികൂടിയ പ്രതി ഈ താമരശ്ശേരി മേഖലയിൽ ഇത്തരത്തിൽ MDMA വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ ആ MDMA വിഴുങ്ങി മരിച്ച ആ യുവാവ് ഷാനിദ്, അവൻ്റെ ഉറ്റ സുഹൃത്തു കൂടിയാണ് നേരത്തെ പിടിയിലായിട്ടുള്ള മിർഷാദ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ താമരശ്ശേരി മേഖലയിൽ പോലീസിനെയും എക്സൈസിനെയും സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള റെയ്ഡുകൾ, പരിശോധനകൾ വളരെ ശക്തമാക്കിയിട്ടുണ്ട് അവർ. ഇപ്പോൾ ഈ ഒരു കേസ് കോഴിക്കോട് താമരശ്ശേരിയിൽ എക്സൈസ് പിടികൂടിയ യുവാവ് MDMA വിഴുങ്ങി എന്ന സംശയത്തെ തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് നീക്കം നടത്തുകയാണ് പോലീസ്. താമരശ്ശേരി അരയത്തും ചാലിൽ സ്വദേശി ഫായിസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.